പുഷ്പാറ്റുവിൻ്റെ ട്രെയിലർ എത്തി ഒരു പക്കാ മാസ് മസാല മൂഡിലുള്ള ട്രെയിലർ തന്നെയായിരുന്നു. സോ പടത്തിൻ്റെ ട്രെയിലർ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ട്രെയിലർ തന്നെയായിരുന്നു. എത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പടത്തിൻ്റെ ട്രെയിലർ ഭയങ്കര ലാർജ് സ്കെയിലായിട്ട് തന്നെ ഈ ട്രെയിലർ ഒരുക്കിയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് പുഷ്പമാണ് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാൾ ഡബിളായിട്ട് തന്നെ അതിൻ്റെ സ്കെയിൽ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി വൈൽഡ് സ്കെയിലായിട്ട് തന്നെ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമ്മളെ പുഷ്പവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ചൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഒരു ഫോറസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ മരം കടുത്ത് കാര്യങ്ങളാണ് കാണിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ഈ സാധനം പോയിക്കൊടുക്കുന്നത്. ട്രെയിലർ തന്നെ എല്ലാം കാണിക്കുന്നുണ്ട്. സോ പക്ക ഒരു മാസ് മസാല ബോർഡ് തന്നെയാണ്. അല്ലു അർജുൻ്റെ സ്വാഗും കാര്യങ്ങളിലും ഫസ്റ്റ് നമ്മളെ പുഷ്പവനിൽ കണ്ടു തന്നെയാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്തും പിടിച്ചിട്ടുള്ളത്. ട്രെയിലർ നല്ല രീതിക്ക് മികച്ച് നിൽക്കുന്നുണ്ട്. ഓരോ ഷോട്ടും ഓരോ സാധനങ്ങളും നല്ല ക്വാളിറ്റി സ്റ്റഫായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമേൻ്റെ മാർക്കറ്റിങ്ങും പ്രൊമോഷനൊക്കെ ഭയങ്കര ഇങ്ങനെ ഗംഭീരം തന്നെയായിരുന്നു. ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഗംഭീര മാർക്കറ്റിംഗ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. എൻ്റെ വർക്കേഴ്സൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു 500 കോടി ബഡ്ജറ്റിലെല്ലാം ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ ഈ സിനിമേൻ്റെ ട്രെയിലറിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ക്വാളിറ്റി നല്ല വിഷ്വലി സ്റ്റണ്ടിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. അതിനെപ്പറ്റി തന്നെ ഡയറക്ടർ സുകുമാർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ KGF 2 പോലെ ഒരുക്കണം എന്നല്ലാണ് മൂപ്പർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു പക്ക മോട്ടീവൊക്കെ നമുക്ക് ഈ ട്രെയിലർ കറക്റ്റ് പിടിക്കുന്നുണ്ട്. ആ ഒരു KGF 2ൻ്റെ ആ ഒരു സാധനം അതിൻ്റെ ഒരു ലാർജ് സ്കെയിൽ തന്നെ ഇതിനകത്തും പിടിക്കാൻ ശ്രമിച്ച പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു ഈ ട്രെയിലർ കാണുമ്പോൾ. സോ അതൊക്കെ സിനിമ കണ്ടാലേ മനസ്സിലാവും എങ്ങനെ വർക്കൗട്ട് ആവുക കാര്യങ്ങളെല്ലാം. പടം പക്ക മാസ് സാധനം തന്നെയായിരിക്കും. അല്ലു അർജുനാണ് കാര്യം, സ്വാഗം കാര്യങ്ങളെല്ലാം അടിപൊളി തന്നെയായിരിക്കും. സോ ആ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡിസംബർ 5 റിലീസ് പറഞ്ഞിരിക്കുന്നത് കട്ട വെയിറ്റിംഗ് തന്നെയാണ്. സോ പണ്ട് ട്രെയിലറൊക്കെ കയറ്റി കാര്യങ്ങളല്ലേ പറയാനുള്ളൂ. കുറേ ട്രെയിലർ കട്ട്സും കാര്യങ്ങളും എഡിച്ചൊക്കെ നല്ല ഗംഭീരം ഇവർ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ട്രെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പുഷ്പാറ്റുവിൻ്റെ ട്രെയിലർ. എനിക്ക് അതിന് പുഷ്പാവിൻ്റെ ഫർവാസിനൊന്നും അങ്ങനെ അഴിഞ്ഞാടാൻ പറ്റിയിട്ടില്ല. മൂപ്പർക്കാലം കുറച്ച് ലിമിറ്റ് വെച്ച പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതിന് നല്ല രീതിക്ക് അഴിഞ്ഞാടുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ട്രെയിലർ തന്നെ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഗംഭീര ഇൻട്രൈനും ട്രെയിലർ ഫർവാസിന് കൊടുത്തിട്ടുള്ളത്. സോ മൂപ്പർ ഒരു പെർഫോമൻസിന് എനിക്ക് നല്ല രീതിക്ക് ഹോപ്പ് ഉണ്ട്. ഒരു പുഷ്പ 1 ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു പുഷ്പ 2 മൂപ്പർ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വില്ലൻ റോൾ നല്ല രീതിക്ക് ഗംഭീരം തന്നെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു ഫർവാസിൽ. സോ ഈ അല്ലു അർജുൻ്റെ മാസ് മസാല പിന്നെ ഈ ഫർവാസിൻ്റെ റോൾ ഇതേ എനിക്ക് ഇത്രയും പ്രതീക്ഷയുള്ളൂ. ബാക്കിയൊക്കെ സിനിമ ഇറങ്ങിയിട്ട് കാണാം. സോ നല്ല ഹോപ്പുണ്ട് പടത്തിന് വേണ്ടിയിട്ട്. സോ അത്രയും പറയാൻ ട്രെയിലർ പറ്റിയിട്ട്